മൂത്ത മോന് എന്റെ ഡ്രസ്സിങ് സെൻസ് ഒട്ടും ഇഷ്ടമല്ല. എന്താ പഴഞ്ചാടിയായിട്ട് ഇങ്ങനെ നടക്കണം അങ്ങനെ പറയും. ഞാൻ പറയില്ലടാ എനിക്ക് ഇതൊക്കെ മതി, ഇതൊക്കെ. പക്ഷെ അതിലൊരു എലഗൻസും ഗ്രേസ്ഫുള്ളും ഉണ്ടെങ്കിൽ പിന്നെ അതെ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണല്ലോ ഞാൻ അതെടുത്ത് പറയാൻ കാരണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളൊന്ന് പുകഴ്ത്തിട്ട് നല്ല ഭംഗിയുണ്ട്, സോറി വിനാശിക്ക് മോളെന്നൊക്കെ പറയാൻ പാടില്ല എന്നാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല നാടൻ ഒരു നാടൻ പണ്ടത്തെ ഒരു സുഹാസിനി പോലത്തെ ഒരു എനിക്ക് പെട്ടെന്നൊക്കെ കാണുമ്പോ അങ്ങനത്തെ ഒരു കേൾക്കാതിരിക്കട്ടെ. അല്ല ഒരു റൈറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭംഗിയും പ്ലസ് ഒരു ആക്ട്രസ് മൊത്തത്തിലൊരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ്. അതിങ്ങനെ തന്നെ ഇത് പറഞ്ഞത് ഇദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ എന്നുള്ളതാണ്. ഇത്രയ്ക്കായില്ലേ. ഞാൻ ഇങ്ങനെയാണ് വസ്ത്രത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒരു ഇതില്ല. ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഒരു വസ്ത്രം. പിന്നെ സാരി എനിക്ക് നന്നായി ചേരുന്നു പറയുന്നത് കൊണ്ട് ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നു ഇങ്ങനെ സാരി കൊടുത്തു വരുന്നു. ഇല്ല, നമുക്കതൊരു സന്തോഷമല്ല. മനുഷ്യർ നമ്മളോട് പറയണ അയ്യോ നിങ്ങൾക്ക് ഇതാണ് ഭംഗി എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. സത്യത്തിൽ എനിക്കത് കംഫർട്ടബിൾ അല്ല, ഉടുത്ത് നടക്കലൊന്നും എനിക്ക് അത്ര പറ്റില്ല. പിന്നെ കാറിലിരിക്കുന്നു പോകുന്നു, അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഓക്കെയാണ്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാരി എടുത്ത് നിൽക്കാന്നുള്ള പരിപാടിയൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ സാരി എടുക്കും, പ്രൊമോഷന് പോകുമ്പോൾ സാരി എടുക്കും. അത് ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു.